CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞത് വെറും ആരോപണങ്ങളല്ല, കൃത്യമായ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ 88 ലക്ഷം രൂപയാണ് പിരിച്ചത്, അതിൻ്റെ അക്കൗണ്ടിലുണ്ട്, ആ കണക്കിൽ 1 രൂപ പോലും എടുത്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ കണക്കുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ കാട്ടാക്കടയിൽ മാത്രം 1200 ബിരിയാണി വിറ്റ് 120 രൂപ വീതം. ആ ബിരിയാണിക്കുള്ള വിഹിതങ്ങൾ, അതിലെ വകകൾ കണ്ടെത്തിയത് തന്നെ സംഭാവനയിലൂടെ. വലിയ തട്ടിപ്പാണ്. ഒരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനായി കേരളം ഒരുമിച്ചെത്തി നമ്മൾ കണ്ടതാണ്. DYFI അടക്കം 20 കോടി രൂപ പിരിച്ചത് കണ്ടതാണ്. AYF 1 കോടി രൂപ പിരിച്ചു നൽകിയത് കണ്ടതാണ്. ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചതാണ്. DYFI വെച്ചുകൊടുത്ത ഒരു വീടിൻ്റെ ഗൃഹനാഥനെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായ കേരള സമൂഹത്തിന് ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് നടത്തിയ ഒരു യുവജന സംഘടന നടത്തിയ വലിയ തട്ടിപ്പ്, വലിയ തരത്തിലുള്ള അന്വേഷണം വേണ്ട. ഇത് വയനാട് ദുരന്തമുണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ വലതുപക്ഷം ഒരാഖ്യാനമുണ്ടാക്കി. കേരള സർക്കാരിനെ തകർക്കുക എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ലക്ഷ്യമെങ്കിൽ കേരള സർക്കാരിന് വയനാട് പുനരധിവാസം സാധ്യമാകാൻ വിധം സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതായിരുന്നു UDFന്റെ ഉന്നം. അതിനവരാദ്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഒരു അവിശ്വാസം നിർമ്മിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുതാര്യമായി നിർവഹിക്കപ്പെടുന്നതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരല്ല, സർക്കാരിന്റെ വകുപ്പ് സെക്രട്ടറിമാരാണ്. CNTG ഓടിച്ചുള്ളതാണ്. അക്കൗണ്ടിലൂടെ മാത്രമേ അതിലെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയൂ. കേരളത്തിലെ പ്രളയമുണ്ടായ കാലത്തും ആ നിലയിൽ തന്നെയാണ് സർക്കാർ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് വിതരണം ചെയ്ത ഘട്ടത്തിൽ ഏതോ സഹകരണ ബാങ്കിൽ ആരോ ഒരാൾ ഒരു ക്രമക്കേട് നടത്തി എന്നത് വെച്ചിട്ട് പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന ഒരു വ്യാജ നിർമ്മിതി തന്നെ കേരളത്തിലുണ്ടായി. അതിന് തുടർച്ചയായിട്ടാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോഴും അതേ കാസറ്റുമായി വലതുപക്ഷം ഇറങ്ങിത്തിരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ സംഭാവന നൽകില്ല, ഞങ്ങൾ സ്വന്തമായി പ്രത്യേകമായി സംവിധാനം ഉണ്ടാക്കും. ഇതനുസരിച്ചിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിരിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുമ്പ് നടത്തിയ പിരിവിനെ സംബന്ധിച്ച് കാര്യമായ തർക്കമുണ്ടാവുകയും നിർമ്മിക്കപ്പെട്ട വീടുകളുടെ ഗുണനിലവാരം സംബന്ധിച്ചും ആ സ്ഥലം സംബന്ധിച്ചും കടുത്ത എതിർപ്പുകളും വെല്ലുവിളികളും ഉണ്ടായതാണ്. പക്ഷെ അവര് പണപ്പിരിവ് നടത്തുകയും ഒരു വീട് നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. അത് അത്രത്തോളം നല്ലത്. പക്ഷെ KPCC എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ഉത്തരേന്ത്യയിലെ ഗതികെട്ട് ഈ കേരളത്തിലേക്ക് വന്ന് വയനാട് എന്ന് പറയുന്ന ഒരു സീറ്റിനകത്ത് ജയിച്ചു പോയ രാഹുൽ ഗാന്ധിക്ക് 1 കൊല്ലമായിട്ടും വയനാട്ടിൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താണത്? ഈ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാരിന്റെ മുഖമടിച്ച ഒരു താക്കീത് കൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അവിടെ ഞാൻ വീട് ഉയർത്തിയിരിക്കുന്നു, മോദി കണ്ടോ, നരേന്ദ്രമോദി കാണൂ, നിങ്ങൾ കേരളത്തെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തെ സഹായിക്കാനുണ്ട്, ഞങ്ങൾ കേരളത്തിനൊപ്പമാണ് എന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പറയാനുള്ളൊരു അവസരമായിരുന്നില്ലേ? അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു എന്നറിയാത്തതാണോ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി? എന്നിട്ടും അവർ സ്ഥലം കണ്ടെത്തുകയോ വീട് വെക്കുകയോ ചെയ്തിരുന്നില്ല. എന്താണത് കാണിക്കുന്നത്? അപ്പൊ യൂത്ത് കോൺഗ്രസ് പണാപകരണം നടത്തിയുള്ള ഒരു അത്ഭുതം വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം 1000 പ്രളയ കാലത്തെ 1000 KPCC വീട് പോലെ പണം പിരിക്കുക, വീട് വെക്കാതിരിക്കുക. അതാണ് മൂത്ത കോൺഗ്രസ് എങ്കിൽ യൂത്ത് കോൺഗ്രസ് ആ നിലയ്ക്കാണ്. അവസാനം യൂത്ത് കോൺഗ്രസ് വരെ പറയുന്നത് KPCC വീട് വെക്കുന്ന കൂടെ ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്നാണ്. KPCC ഒരു കാലത്തും വീട് വെക്കാൻ പോകുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KPCCയെ ട്രോളുകയാണ്. 1000 വീട് വെക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ട് ഒരു വീട് പോലും വെക്കാത്ത KPCC, ഇപ്പോഴും ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ടില്ലാത്ത KPCC, അവര് വീട് വെക്കുന്ന കൂടെ ഞങ്ങൾ അപകരിച്ച പണം ഉപയോഗിച്ച് വീട് വെച്ചോളാം എന്ന് പറഞ്ഞാൽ KPCCയെ അപമാനിക്കുകയും ആക്രമിക്കുകയുമാണ് അത് വളഞ്ഞ വഴിയിലൂടെ യൂത്ത് കോൺഗ്രസ് ചെയ്തത്. KPCCക്കും മിണ്ടാൻ പറ്റത്തില്ല, യൂത്ത് കോൺഗ്രസിനും മിണ്ടാൻ പറ്റത്തില്ല. ഈ കൂട്ടര് കൂടി കേരളത്തെ കൊള്ളയടിക്കുകയാണ് എന്ന വസ്തുത പുറത്തു വന്നിരിക്കുന്നു. ഇതാ വയനാട്ടിൽ ടൗൺഷിപ്പ് മാതൃകാപരമായി LDF ഉയർത്തിയിരിക്കുന്നു. കോടതിയിലെ നിയമ നടപടികൾക്കുണ്ടായ കാലതാമസമല്ലാതെ കേരളത്തിലെ LDF സർക്കാർ ഒരു ദിവസം പോലും വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തിയിട്ടില്ല. കോടതി നിയമപരമായി തീർപ്പാക്കി അതിന്റെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഏറ്റവും മാതൃകാപരമായി നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓണത്തോടുകൂടി ആദ്യത്തെ വീട്ടിലേക്ക് താമസം മാറാൻ കഴിയും. അവിടെ വീട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് 105 പ്രളയ ബാധിതർക്ക് 15 ലക്ഷം രൂപ നൽകുക കൂടി ചെയ്തു കഴിഞ്ഞു.
അതുകൊണ്ട് സർക്കാർ ഉചിതമായി പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ KPCC എങ്ങനെയാണ് പെരുമാറുന്നത്, കോൺഗ്രസ് എങ്ങനെയാണ് പെരുമാറുന്നത്, യൂത്ത് കോൺഗ്രസിന്റെ തട്ടിപ്പ് ശ്രീകുമാർ, മാത്രമായി ന്യൂനീകരിക്കാൻ താങ്കൾ പറഞ്ഞാണ്. കാരണം ഒരുപക്ഷെ ഈ താങ്കൾ പറഞ്ഞ പോലെ പ്രയോഗമാണ് മൂത്ത കോൺഗ്രസ് നടത്തുന്നത് കണ്ടിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പെരുമാറുന്നത്. ഇവിടെ ഈ കോൺഗ്രസ് 1000 വീട് പ്രളയബാധിതർക്ക് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു. അതിനു മുമ്പൊരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാർ വരുമ്പോൾ ഹസൻ, അന്നത്തെ UDF കൺവീനർ പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പിരിച്ചുവിടുന്ന ലൈഫ് മിഷനാണ്. ഏത് ലൈഫ് മിഷൻ? 5.5 ലക്ഷം വീടുകൾ സംസ്ഥാനത്തെ ഭവനരഹിതരായ ആളുകൾക്ക് 5.5 ലക്ഷം വീട് നൽകുന്ന ആ പദ്ധതി, അത് പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ്. അതായത് വീട് ഒരേ സമയം അവർക്ക് സാധ്യതയുമാണ്, അതോടൊപ്പം തന്നെ അവരുടെ പണം പിരിക്കാനുള്ള സാധ്യതയുമാണ്. വീട് അവരുടെ രാഷ്ട്രീയ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വീട് വെച്ച് തരില്ല, സർക്കാർ എന്തെങ്കിലും പദ്ധതിയായി വന്നാൽ അത് മുടക്കുകയും ചെയ്യും. അതാണ് മൂത്ത കോൺഗ്രസ് ചെയ്യുന്നത് തന്നെയാണ്. താങ്കൾ പറഞ്ഞു തന്നെയാണ്, ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകാൻ പോകുന്നില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പറയും ഞങ്ങൾ തന്നെ അവരോടൊപ്പം ചേർന്ന് വീട് വെച്ച് നൽകുമെന്നുള്ളത്. മൂത്ത് കോൺഗ്രസിനെ കണ്ട് യൂത്ത് കോൺഗ്രസ് അല്ല. രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തിക്ക് അവിടെ അമേഠി തോറ്റപ്പം ജീവശ്വാസം കൊടുത്ത നാടല്ലേ വയനാട്? അങ്ങനൊരു നാട്ടില് ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അവിടെ വന്ന ഒരു വെള്ളി രൂപയുടെ സഹായം നൽകാതെ ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളോടും ദ്രോഹകരമായി പെരുമാറിയപ്പോൾ നരേന്ദ്രമോദിക്ക് മറുപടി കൊടുക്കാനുള്ള അവസരം പോലും കോൺഗ്രസ് എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തി? ഞാൻ രാഹുൽ ഗാന്ധിയിലേക്കാണ് പോണത്, ഞാൻ പ്രിയങ്ക ഗാന്ധിയിലേക്കാണ് പോണത്. വയനാടിന് ഇപ്പൊ 2 MP മാരുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. പക്ഷെ വയനാട് ചൂരൽമല മുണ്ടക്കെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരൊറ്റ MP സഹായമില്ല. വയനാടിന് ഒരു വെള്ളി രൂപ പ്രിയങ്ക ഗാന്ധി നൽകുന്നില്ല, അവരുടെ ഫണ്ടിൽ നൽകുന്നില്ല. നമ്മൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നമ്മുടെ മുമ്പിലെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇവര് അഴിമതി എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, കോൺഗ്രസ് ഗ്രൂപ്പുകളൊക്കെ ഒരു പുതിയ കാര്യമല്ല, പണാപകരണം പുതിയ കാര്യമല്ല. പിരിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് CM ശിവൻ മന്ദിരം ഉണ്ടാക്കിയിട്ടില്ല, കരുണാകരന്റെ സപ്തതി മന്ദിരം ഉണ്ടാക്കിയിട്ടില്ല, കരുണാകരന്റെ സ്മാരകം ഉണ്ടാക്കിയിട്ടില്ല. എത്രയോ കാര്യങ്ങൾ പൈസ പിരിച്ചിട്ട് ഇവർ ചെയ്യാതിരിക്കുന്നു. എന്തെങ്കിലും കാര്യത്തിൽ കൃത്യമായിട്ട് ചെയ്യുന്ന ഇടതുപക്ഷക്കാരെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യും, നുണ നിർമ്മിക്കുകയും ചെയ്യും. അതൊന്നും പുതിയ കാര്യമല്ല. പക്ഷെ വയനാട് പോലൊരു വിഷയത്തിനകത്ത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേന്ദ്ര സർക്കാർ ക്രൂരമായി പ്രതികരിച്ചെങ്കിൽ കേരളത്തിലെ മലയാളികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പറ്റിക്കുന്ന ഏറ്റവും നീചമായ തട്ടിപ്പുകാരായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.